T20 ലോകകപ്പ് സൂപ്പർ 8 അഫ്ഗാനിസ്ഥാനെതിരെ ഇന്ത്യക്ക് ജയം. 47 റൺസിനാണ് ഇന്ത്യയുടെ ജയം. ഇന്ത്യക്കായി ജസ്പ്രീത് ബുംറയും അർഷ്ദീപ് സിംഗും 3 വിക്കറ്റുകൾ വീഴ്ത്തി. 182 റൺസ് വിജയലക്ഷ്യം തേടിയിറങ്ങിയ അഫ്ഗാനിസ്ഥാന് തുടക്കം മുതലേ വിക്കറ്റുകൾ നഷ്ടമായി. സ്കോർ 13-ലെത്തി നിൽക്കുമ്പോൾ റഹ്മാനുള്ള ഗുർബാസ് ബുംറയുടെ പന്തിൽ ഋഷഭ് പന്ത് പിടിച്ചു പുറത്തായി. സ്കോർ ബോർഡ് 23-ലെത്തി നിൽക്കുമ്പോൾ 2 വിക്കറ്റുകൾ കൂടിയാണ് അഫ്ഗാന് നഷ്ടമായത്. പിന്നെ മത്സരത്തിലേക്ക് തിരികെ എത്താൻ അഫ്ഗാനിസ്ഥാനായില്ല. ജസ്പ്രീത് ബുംറയുടെ ബൌളിംഗ് കണിശതയാണ് അഫ്ഗാനെ വിനയായത്. 4 ഓവറിൽ കേവലം 7 റൺസ് മാത്രം വിട്ടു നൽകിയാണ് ബുംറ 3 വിക്കറ്റുകൾ വീഴ്ത്തിയത്. അർഷ്ദീപ് സിംഗ് അഫ്ഗാൻ വാലറ്റത്തെ വരിഞ്ഞുകെട്ടിയാണ് 3 വിക്കറ്റുകൾ വീഴ്ത്തിയത്. കുൽദീപ് യാദവ് 2 വിക്കറ്റ് നേടി. അഫ്ഗാനിസ്ഥാൻ 20 ഓവറിൽ 134-ന് പുറത്തായി. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യക്ക് 11 റൺസിലെത്തി നിൽക്കുമ്പോൾ 8 റൺസ് എടുത്ത ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ വിക്കറ്റ് നഷ്ടമായി. കഴിഞ്ഞ മത്സരങ്ങളിൽ 2 അക്കം കടക്കാതിരുന്ന വിരാട് കോഹ്ലി 24 പന്തിൽ 24 റൺസ് എടുത്തു. ഋഷഭ് പന്ത് 11 പന്തിൽ 20 റൺസും നേടി. 28 പന്തുകൾ മാത്രം നേരിട്ട് 53 റൺസ് നേടിയ സൂര്യകുമാർ യാദവാണ് ഇന്ത്യൻ സ്കോർ അതിവേഗം ചലിപ്പിച്ചത്. 3 സിക്സറുകളും 5 ബൗണ്ടറികളും സൂര്യകുമാർ നേടി. 32 റൺസ് എടുത്ത ഹാർദിക് പാണ്ഡ്യയുടെ ഇന്നിംഗ്സിൽ 2 പടുകൂറ്റൻ സിക്സറുകളും ഉണ്ടായിരുന്നു. അഫ്ഗാനിസ്ഥാനായി ഫസൽ അക് ഫാറൂഖി, റാഷിദ് ഖാൻ എന്നിവർ 3 വിക്കറ്റ് വീതം വീഴ്ത്തി. 22-ന് ബംഗ്ലാദേശിനെതിരെയാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം. ബംഗ്ലാദേശിനെ കൂടി പരാജയപ്പെടുത്തിയാൽ ഇന്ത്യ T20 ലോകകപ്പിന്റെ സെമിയിൽ പ്രവേശിക്കും. സ്പോർട്സ് ഡെസ്ക്, മീഡിയ 1.